കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഡിവൈഎഫ്ഐ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ലാത്തി വീശി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ച് ആരംഭിച്ചത്. LIC ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിച്ചു. ഇതിനിടെ പ്രവർത്തകർ വശങ്ങളിലൂടെ മുന്നോട്ടോടി. ഇതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. തുടർന്ന് മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇന്നലെയാണ് പേടകത്ത് മുഹമ്മദ് ഇയാസ് എന്ന 9 വയസ്സുള്ള കുട്ടി
സർജറിക്കിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുടുംബത്തെ ഡിവൈഎഫ്ഐ സന്ദർശിച്ചു. ആ കുട്ടിയുടെ ഉപ്പയും കുട്ടിയുടെ ബന്ധുക്കളുമെല്ലാം ഹോസ്പിറ്റൽ അനാസ്ഥയാണ്, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വന്ന പിഴവാണ് മരണ കാരണം എന്ന് ആരോപണം ഉയർത്തുകയാണ്. വളരെ ആരോഗ്യത്തോടെ ആശുപത്രിയിൽ കടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും പൊക്കിൾക്കൊടിയിൽ നിന്നും വെള്ളം പോകുന്നു എന്ന കഴിഞ്ഞ കുറെ നാളുകളായുള്ളൊരു പ്രയാസം, വളരെ ഒരു മൈനർ സർജറിയിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ചെറിയ പ്രയാസമാണ്. ഇവിടെ അങ്ങേയറ്റം കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായി ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പറയാൻ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുടർക്കഥ, ഈ അനാസ്ഥ കേരളത്തിൽ തുടർക്കഥയായി മാറുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രോഗിയുടെ കാലിൽ നിന്നും പുഴുവരിക്കുന്ന ദൃശ്യം ഈ കേരളത്തിന് കാണേണ്ടി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഗവൺമെന്റാണ് സ്വാഭാവികമായും ഉത്തരവാദിത്വത്തോടെ ഇത്തരം പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടി ഇടപെടേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. വിജിലന്റായി കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുമ്പോഴാണ് ആശുപത്രിയിലെ ഏറ്റവും താഴെ തട്ടിൽ തൊഴിലെടുക്കുന്ന PTS ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഗൗരവപൂർവ്വം ആ തൊഴിൽ നിർവഹിക്കുന്നത് തങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു ഗവൺമെന്റ് മേലെ ഉണ്ട് എന്ന ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോഴാണ്. നേതാക്കളായ MV രതീഷ്, സുഭാഷ് പാടി, സാദിഖ് ചെറുകോളി, N ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ബേഡകം തലേക്കുണ്ടിലെ 9 വയസ്സുകാരൻ മുഹമ്മദ് ഇയാസ് ബുധനാഴ്ചയാണ് ശസ്ത്രക്രിയയ്ക്കിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.